എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. പ്രവാചകന്മാരെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ബൈബിൾ ക്വിസിൽ. ഒന്നാമത്തെ ചോദ്യം: അവൻ ഒരു പ്രവാചകനാകുന്നു, നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രവാചകൻ ആര്? ഉത്തരം: അബ്രഹാം. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യം. ചോദ്യം 2: നിന്റെ സഹോദരൻ നിനക്ക് പ്രവാചകൻ ആയിരിക്കും. ഏത് പ്രവാചകനെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: അഹരോനെ കുറിച്ച്. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 3: ആത്മാവ് അവരുടെ മേൽ ആവസിച്ചപ്പോൾ അവർ പ്രവചിച്ചു, പിന്നെ അങ്ങനെ ചെയ്തില്ല താനും. ഒരിക്കൽ മാത്രം പ്രവചിച്ച ഈ പ്രവാചകന്മാർ ആരെല്ലാം? ഉത്തരം: ഇസ്രായേൽ ജനത്തിന്റെ മൂപ്പന്മാരായ 70 പുരുഷന്മാർ. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങൾ. ചോദ്യം 4: യഹോവ അഭിമുഖമായി അറിഞ്ഞ പ്രവാചകൻ ആര്? ഉത്തരം: മോശ. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 12-ാം വാക്യം. ചോദ്യം 5: യഹോവേ, നിന്റെ ശത്രുക്കളെ ഒക്കെയും ഇവണ്ണം നശിക്കട്ടെ, അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ തന്നെ. ഈ പാട്ടുപാടിയ പ്രവാചകി ആര്? ഉത്തരം: ദെബോറ. ന്യായാധിപന്മാർ 5-ാം അധ്യായം. ചോദ്യം 6: ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു കളഞ്ഞത് ഏത് പ്രവാചകന്റെ പുത്രന്മാരാണ്? ഉത്തരം: ശമൂവേൽ പ്രവാചകന്റെ. 1 ശമൂവേൽ 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 7: ദാൻ മുതൽ ബേർഷേബ വരെയുള്ള ഇസ്രായേൽ ഒക്കെയും വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ച പ്രവാചകൻ ആര്? ഉത്തരം: ശമൂവേൽ പ്രവാചകൻ. 1 ശമൂവേൽ 3-ാം അധ്യായം 20-ാം വാക്യം. ചോദ്യം 8: ശലോമോന് യെദിദ്യാവ് എന്നു പേർ വിളിച്ച പ്രവാചകൻ ആര്? ഉത്തരം: നാഥാൻ പ്രവാചകൻ. 2 ശമൂവേൽ 12-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങൾ. ചോദ്യം 9: ഇതാ ഞാൻ രാജ്യത്വം ശലോമോന്റെ കയ്യിൽ നിന്ന് പറിച്ചു കീറി 10 ഗോത്രം നിനക്ക് തരുന്നു എന്ന് യൊരോബെയാമിനോട് പ്രവചിച്ച പ്രവാചകൻ ആര്? ഉത്തരം: അഹിയാ പ്രവാചകൻ. 1 രാജാക്കന്മാർ 11-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 10: യഹോവ ഫോഷ്കിന്റെ ആത്മാവിനെ നിന്റെ ഈ സകല പ്രവാചകന്മാരുടെയും വായിൽ കൊടുത്തിരിക്കുന്നു. യഹോവ നിന്നെ കുറിച്ച് അനർത്ഥം കൽപ്പിച്ചുമിരിക്കുന്നു എന്ന് യഹോശാഫാത്തിനോട് അരുളി ചെയ്ത പ്രവാചകൻ ആര്? ഉത്തരം: മീഖായാവ്. 1 രാജാക്കന്മാർ 22-ാം അധ്യായം 15-ഉം 23 വാക്യങ്ങൾ. ചോദ്യം 11: യെരുശലേമിൽ 2-ാം ഭാഗത്ത് താമസിച്ചിരുന്ന പ്രവാചകി ആര്? ഉത്തരം: ഹുൽദ പ്രവാചകി. 2 രാജാക്കന്മാർ 22-ാം അധ്യായം 14-ാം വാക്യം. ചോദ്യം 12: ഏതു പ്രവാചകന്റെ അസ്ഥികളെ തൊട്ടപ്പോൾ ആണ് മരിച്ച ആൾ ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റത്? ഉത്തരം: എലീശ പ്രവാചകന്റെ. 2 രാജാക്കന്മാർ 13-ാം അധ്യായം 20-ഉം 21-ഉം വാക്യങ്ങൾ. ചോദ്യം 13: യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ വെച്ച് കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ട പ്രവാചകൻ ആര്? ഉത്തരം: സക്കറിയ പ്രവാചകൻ. 2 ദിനവൃത്താന്തം 24-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 14: എന്റെ ജനത്തിനു ഞാൻ വരുത്തുവാനിരിക്കുന്ന നന്മ അവൻ അനുഭവിക്കുകയില്ല, അവൻ യഹോവയ്ക്ക് വിരോധമായ ദ്രോഹം സംസാരിച്ചുവല്ലോ. ഏത് പ്രവാചകനെ കുറിച്ചാണ് യഹോവ ഇങ്ങനെ അരുളി ചെയ്തത്? ഉത്തരം: ശെമയ്യാവിനെ കുറിച്ച്. യിരെമ്യാ പുസ്തകം 29-ാം അധ്യായം 32-ാം വാക്യം. ചോദ്യം 15: യിരെമ്യാ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് നുകം എടുത്ത് ഒടിച്ചു കളഞ്ഞ് ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ നുകം സകല ജാതികളുടെയും കഴുത്തിൽ നിന്ന് എടുത്ത് ഒടിച്ചു കളയുമെന്ന് യഹോവ അരുളി ചെയ്യുന്നുവെന്ന് പ്രവചിച്ചത് ആര്? ഉത്തരം: ഹനന്യാ പ്രവാചകൻ.
യിരെമ്യാ പുസ്തകം 28 അധ്യായം 10-11 വാക്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി മറ്റുള്ളവരിലും എത്തിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.